ഹലോ ഗായ്സ്, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടത് ചെമ്മീൻ എടുത്തിട്ട് മുളകും ഉപ്പുമെല്ലാം സമം ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ അരമണിക്കൂറിനുള്ളിൽ നമുക്കതിലേക്ക് ചേർക്കേണ്ട മിക്സറുകൾ തയ്യാറാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, അതിലിട്ട് മെയിനായിട്ടുള്ള ചെറിയ ഉള്ളി, ചില നാട്ടിലത് കൊച്ചുള്ളി എന്ന് പറയും. ഇവയെല്ലാം നല്ല രീതിയിൽ ചെറിയതായിട്ട് പുനപുനായെന്ന് അരിഞ്ഞിട്ട് ഒരു സൈഡിൽ വെക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കാം, ഒന്നുകൂടെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ നന്നാവും. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനെ നമ്മൾ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്തത് കോരിയെടുത്ത് മാറ്റിയ അതേ എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അത്യാവശ്യം അതിൻ്റെ മണമെല്ലാം പച്ചമണമെല്ലാം പോകുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കാശ്മീരി ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാം. കാശ്മീരി ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലോട്ടാക്കുക. ഈ പേസ്റ്റ് രൂപത്തിലോട്ടാക്കിയ ഈ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത ചെമ്മീനെല്ലാം ഇതിലെടുത്ത് വെച്ച് ഇളക്കി വെച്ച് മൂടി വെക്കാം. അല്പനേരം കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുനപുനാന്നടിച്ച് കയറ്റാം.